വെൽക്കം ടു ക്ലാസിക് കേരള PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. എപ്പോഴും നമ്മൾ PSC പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു 10 ഒരു 7 മാർക്ക് വരെ നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യത്തെ ചോദ്യം, അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ടീച്ചർ നമ്മളെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചാണ് പഠിപ്പിക്കാറ്. അപ്പം ആ സൈറ്റ് എന്നാണ് അതിനെ പറയുന്നത്. പക്ഷേ സൈറ്റ് തന്നെ പല സ്പെല്ലിംഗ് ഉള്ള സൈറ്റുകളുണ്ട്. അപ്പം നമ്മൾ എല്ലാ സൈറ്റിൻ്റെ സ്പെല്ലിങ്ങും പഠിച്ചാലേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൈറ്റിൻ്റെ സ്പെല്ലിംഗ് ആണ് CITE. എന്താണ് CITE? അതായത് ഒരു എക്സാമ്പിൾ പോലെ എന്തെങ്കിലും എന്നോട് ഉപമിച്ച് നമ്മളെ പഠിപ്പിക്കാനോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ സ്പെല്ലിംഗ് ആണ് CITE. അത് കഴിഞ്ഞിട്ട് SIGHT എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയുള്ള കാഴ്ച, ഒരു സൺസെറ്റ് നല്ല ഭംഗിയുള്ളൊരു സൈറ്റാണ്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്പെല്ലിംഗ് ആണ് SIGHT. ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എൻജിനീയർ വർക്കിന് വേണ്ടി അവൻ്റെ സൈറ്റിൽ പോയി എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് ആണ് SITE. എന്താണ് SITE? അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? CITE. നല്ല ഭംഗിയുള്ള മനോഹരമായ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന സൈറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SIGHT. അത് കഴിഞ്ഞിട്ട് SITE എന്താണ്? ഒരു സ്ഥലം, എന്തെങ്കിലും ഒരു വർക്കോ എന്തെങ്കിലും നടക്കുന്ന സ്ഥലം ആണ് SITE. എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അടുത്ത ചോദ്യം, ഇമോഷണൽ സ്ട്രെസ് ഇസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിങ് എ ന്യൂ ബോൺ ചൈൽഡ്. അപ്പം ജനിച്ചൊരു കുട്ടിയെ കൊല്ലുന്നതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഇൻഫൻറ്റിസൈഡ്. എന്താണ്? ഇൻഫൻറ്റിസൈഡ്. അപ്പോൾ ഫിലിസൈഡ് എന്താണ്? ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മകനെ അല്ലെങ്കിൽ മകളെ കൊല്ലുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിലിസൈഡ് എന്ന് പറയുന്നത്. മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിങ് വൺസ് ഓൺ മദർ. അമ്മയെ കൊല്ലുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാട്രിസൈഡ്. അപ്പോൾ പാട്രിസൈഡ് എന്താണ്? പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊല്ലുന്നതിനെയാണ് പാട്രിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജീനോസൈഡ് എന്താണ്? ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വംശം, എന്താണ്? മാസ് കില്ലിങ് ഓഫ് എ റേസ്, അതായത് ഒരു വംശത്തെ കൊല്ലുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ജീനോസൈഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ. അപ്പോൾ ഒരു കോളേജ് പ്രിൻസിപ്പൽ ആവേണ്ട രീതികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രീതിക്ക് നമ്മൾ എന്താണ് ഇംഗ്ലീഷ് പറയുന്നത്? ക്രൈറ്റീരിയ. അപ്പോൾ ഈ ക്രൈറ്റീരിയ തന്നെ എന്തുണ്ട്? സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. ക്രൈറ്റീരിയ ഓൺ ആണെന്ത്? സിംഗുലർ. ക്രൈറ്റീരിയ ആണെന്ത്? പ്ലൂറൽ. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ആവേണ്ട രീതികളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രീതികൾ എന്താണ്? പ്ലൂറൽ അല്ലേ? അപ്പോൾ എന്താണ്? ക്രൈറ്റീരിയ ആണ് ഉത്തരം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, ക്രൈറ്റീരിയ. അടുത്ത ചോദ്യം, മീരാസ് പാരൻസ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹെർ ഹോംവർക്ക്. അപ്പോൾ എന്താണ്? ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് എന്താണ്? നെഗറ്റീവ് ടാഗ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A, C, Dയിൽ എന്താണ്? നെഗറ്റീവ് ടാഗ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഹെൽപ്ഡ് കണ്ടോ? നമ്മളെ ഹെൽപ്പിനെ എന്താണ്, എങ്ങനെയാണ് തിരിക്കുന്നത്? ഡു പ്ലസ് ഹെൽപ്പാണ് ഹെൽപ്പ്, ഡസ് പ്ലസ് ഹെൽപ്പാണ് ഹെൽപ്സ്, ഡിഡ് പ്ലസ് ഹെൽപ്പാണ് എന്ത്? ഹെൽപ്ഡ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദ്യത്തിൽ എന്താണ്? ഹെൽപ്ഡ് ആണ്. ഹെൽപ്ഡിനെ നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നത്? ഡിഡ് പ്ലസ് ഹെൽപ്പ്. അപ്പോൾ നമ്മൾ ഈ ഡിഡ് ഉപയോഗിച്ച് വേണം നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ C, ഡിഡിൻ ദേ. അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരുപാട് 4 ഫ്രേസൽ വെർബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ നമുക്ക് ഓരോ ഫ്രേസൽ വെർബിൻ്റെയും മീനിങ് നോക്കാം. അപ്പോൾ കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലം സന്ദർശിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആജ്ഞാപിക്കുക അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ ചെയ്യുക. ഹി കോൾഡ് ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അവൻ പാർട്ടി ക്യാൻസൽ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഇവിടെ ഓപ്ഷൻ ശരിയായിട്ട് വരുന്ന ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ D, കോൾഡ് ഓൺ. അരുൺ അവൻ്റെ ഗ്രാൻഡ് പാരൻസിനെ സന്ദർശിച്ചു എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. പാസ്റ്റിലൊരു ആക്ഷൻ നടക്കുവാണ്, അപ്പോൾ അതിനിടയിൽ വേറൊരു പ്രവൃത്തി വന്നാൽ നമ്മളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേണം അത് സൂചിപ്പിക്കാൻ. പാസ്റ്റിൽ ഇവിടെ ഒരു ആക്ഷൻ നടക്കുമല്ലേ, ഞാൻ എന്താണ് മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ നേരത്തെ ഞാൻ എന്താണ് മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എന്താണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ എന്താണ് പാസ്റ്റിൽ നടന്നൊരു പ്രവൃത്തിക്കിടയിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ ഏത് ടെൻസ് ഉപയോഗിച്ച് വേണം കാണിക്കാൻ? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് ഫോം ഏതാണ്? മെറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. മെറ്റാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്ന ആക്റ്റീവ് ഫോമിൻ്റെ പാസീവ് ഫോം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റൂള് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആക്റ്റീവ് വോയിസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? സബ്ജക്റ്റിനോടൊപ്പം ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് വെർബിൻ്റെ ING ഫോം അല്ലേ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഇസ് ഉണ്ട്, പിന്നെ വെർബിൻ്റെ ING ഫോമായ ടീച്ചിങ്ങും ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് ഫോമിൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പാസീവ് ഫോമിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒബ്ജക്റ്റായ മാത്തമാറ്റിക്സ് എഴുതണം, എന്നിട്ട് ഇസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ചേർക്കണം. മാത്തമാറ്റിക്സ് എന്താണ്? ഒരു വിഷയമാണ്. മാത്തമാറ്റിക്സ് ഒരു വിഷയമായതിനാൽ നമ്മൾ എപ്പോഴും എന്ത് വേണം ചേർക്കാൻ? സിംഗുലർ ഫോം വേണം ചേർക്കാൻ. അപ്പോൾ എന്ത് ചേർക്കും? ഈസ് ചേർക്കുമോ, ആർ ചേർക്കുമോ, ആം ചേർക്കുമോ? ഈസാണ് ചേർക്കേണ്ടത്. അപ്പോൾ മാത്തമാറ്റിക്സ് ഇസ് എന്ന് വേണം എഴുതാൻ. അപ്പോൾ മാത്തമാറ്റിക് ഈസ് എന്ന് വരുന്ന 2 ഓപ്ഷനാണ് വരുന്നത്. ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ബീയിങ് പ്ലസ് V3 വേണം ചേർക്കാൻ. അപ്പോൾ ബീയിങ് വരുന്ന ഓപ്ഷൻ ഏതാണ്? ബി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി. മാത്തമാറ്റിക്സ് ഇസ് ബീയിങ് ടോട്ട് ബൈ ഹർ ആണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, റീഡ് ദ സെൻറ്റൻസ് ബിലോ ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എനി ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. ദ എറർ ഇഫ് എനി വിൽ ബി ഇൻ വൺ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഇഫ് ദർ ഇസ് നോ എറർ ദ ആൻസർ ഇസ് ഡി. അപ്പോൾ എന്താണ് ഈ തന്നിരിക്കുന്ന ABCD എന്നതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നോ സൂണർ കണ്ടോ? നോ സൂണർ കാണുമ്പോൾ നമ്മൾ നോ സൂണറിൻ്റെ റൂള് പഠിച്ച് വെക്കണം. നോ സൂണറിൻ്റെ കൂടെ എന്തേ വരുള്ളൂ? ദാനേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ എയിൽ നോ സൂണർ ഹാഡ് ഹിസ്, പിന്നെ ഫാദർ കം ഹോം, പിന്നെ എന്താണ്? ദെന്നാണ് കിടക്കുന്നത്. ദെന്നല്ല, അവിടെ വരേണ്ടത് എന്താണ്? ദാൻ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു വെക്കണം? നോ സൂണറിൻ്റെ കൂടെ എന്തേ വരൂ? ദാനേ വരുള്ളൂ. അപ്പം നമ്മുടെ തെറ്റുത്തരം എന്താണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ദർ ഇസ് എ സെൻറ്റൻസ് ഓഫ് വിച്ച് സം പാർട്സ് ഹാവ് ബീൻ ജംബിൾഡ്. റീഅറേഞ്ച് ദീസ് പാർട്സ് വിച്ച് ആർ ലേബിൾഡ് ആസ് PQR ആൻഡ് S ടു പ്രൊഡ്യൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെ PQRS കൊടുത്തിരിക്കുന്ന ഒരു കഥ പോലെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമ്മൾ Q, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ, 1000 വർഷങ്ങൾക്ക് മുൻപ്. അടുത്തത് R, അവർ ആൻസിസ്റ്റേഴ്സ് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ. നമ്മുടെ പണ്ടുള്ളവരെന്താണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് സൂക്ഷിച്ചും അത് സംഭരിച്ചും ഒക്കെ വെച്ചിരുന്നു. അടുത്തത് S, വാട്ട് എവർ ദേ കുഡ് ഹാവ്, അവരുടെ കയ്യിൽ എന്ത് സംഭരിച്ചു? അവരുടെ കയ്യിലുള്ളതാണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അടുത്തത് P, ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ, കാരണം എന്താണ്? അവരുടെ കയ്യിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മളൊരു കഥ പോലെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മളിങ്ങനെ ശരിയാക്കണം. ഇത് നമുക്കങ്ങനെ പഠിച്ചു വെക്കാൻ കഴിയില്ല, നമ്മൾ ശരിയാക്കണം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കലണ്ടറിൽ ഒരു ചുവന്ന കളറിലെ ഡേറ്റ് കണ്ടാൽ നമുക്ക് എന്താണ് വരുന്നത്? സന്തോഷമാണ് വരുന്നത്. കാരണം എന്താണ്? അന്ന് അവധിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഡി, എ ഹാപ്പി ഡേ ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഒരു 2-3 ഇഡിയവും അതിൻ്റെ മീനിങ്സും നോക്കാം. ആക്കിലസ് ഹീൽ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആക്കിലസ് ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ വീക്ക്നെസ്, വൺസ് വീക്ക്നെസ് ആണ് അതിൻ്റെ മീനിങ്. ഞാനൊരു ഉദാഹരണം പറയാം. ഐ വുഡ് ലൈക്ക് ടു ലൂസ് മൈ വെയ്റ്റ് ബട്ട് ഐസ്ക്രീം ഇസ് മൈ ആക്കിലസ് ഹീൽ. അതെന്ന് വെച്ചാൽ എന്താണ്? എനിക്കെൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഐസ്ക്രീം എന്താണ്? എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ഇഡിയം കോസ്റ്റ് ദി എർത്ത്. കോസ്റ്റ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് ബേക്കേഴ്സ് ഡസൻ എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ്? 13 എന്നാണ് അതിൻ്റെ അർത്ഥം. പ്ലീസ് ബോട്ടിൽ ഓൾ ദീസ് സ്ട്രോബെറീസ് ആഫ്റ്റർ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ബോട്ടിൽ എന്ന പദം ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ സ്ട്രോബെറീസ് കഴുകി ഉണക്കി ബോട്ടിൽ നിറയ്ക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ഒരു ഡൂയിങ് ആക്ഷനാണ്. അങ്ങനത്തെ ഡൂയിങ് ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, വെർബ്. അടുത്ത ചോദ്യം, നൗഡേയ്സ് ട്രക്സ് ഓഫ് ദിസ് കമ്പനി ഡാഷ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ഡ്രൈവേഴ്സ്. ഇവിടെ ട്രക്സ് എന്താണ്? ഒരു പ്ലൂറൽ ആയിട്ടുള്ള വാക്കാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ആറാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ, 6. ഇപ്പോൾ ഇവിടെ ട്രക്ക് എന്നായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഇസ് കൊടുത്തേനെ. അടുത്ത ചോദ്യം, ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ എക്സാം വിൽ ബി കൺഫൈൻഡ് ഡാഷ് ദ സിലബസ് പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ കൺഫൈൻഡ് എന്നതിനോടൊപ്പം നമ്മൾ ബൈ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. കൺഫൈൻഡ് ബൈ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ബൈ ഇല്ലാത്തതിനാൽ നമ്മൾ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ദേ ഡാഷ് ദി മാർക്കറ്റ് ഇൻ ടൈം ദേ കുഡ് ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ചോദ്യത്തിൽ ഇഫ് ഉണ്ട്. ഇഫ് ഉണ്ടാന്ന് പറയുമ്പോഴേ നമുക്ക് എന്താണ് ഇത് ഇഫ് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. എപ്പോഴും ഇഫ് ക്ലോസിൻ്റെ റൂൾസ് നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. ഇഫിനോടൊപ്പം V1 വന്നു കഴിഞ്ഞാൽ എപ്പോഴും വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ചേർക്കണം. ഇഫിനോടൊപ്പം V2 വന്നു കഴിഞ്ഞാൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? കുഡ് ഉണ്ട്. കുഡ് പ്ലസ് ഗെറ്റ്, അതായത് കുഡ് പ്ലസ് V1. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് വെർബാണ് ചേർക്കേണ്ടത്? V2. അപ്പോൾ ഇവിടെ V2 ആയിട്ടുള്ള വെർബ് റീച്ച്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, റീച്ച്ഡ്. ഇഫ് ക്ലോസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ജോൺ ഹാസ് നെവർ ഹാഡ് എ കോറൽ വിത്ത് ഹിസ് വൈഫ്. അപ്പം നമ്മളിവിടെ ചേരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ചൂസ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, നെവർ എന്ന വാക്ക് കിടപ്പുണ്ട്. നെവർ എന്ന് പറഞ്ഞൊരു നെഗറ്റീവായിട്ടുള്ള വാക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? പോസിറ്റീവായിട്ടുള്ള ടാഗാണ് ചേർക്കേണ്ടത്. ഇവിടെ ഓപ്ഷനിൽ ഹാസ് ഹി എന്ന പോസിറ്റീവ് ടാഗും ഉണ്ട്, ഹാഡ് ഹി എന്ന പോസിറ്റീവ് ടാഗും ഉണ്ട്. ജോൺ എന്താണ്? ഒരു സിംഗുലറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? സിംഗുലർ ആയിട്ടുള്ളൊരു നൗൺ ആയതിനാൽ നമുക്ക് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള വെർബ് ചേർക്കാം. അപ്പോൾ ഹാസ് ഹി ആണ് ഉത്തരം. അല്ലെങ്കിൽ ഹാസ് അല്ലേ ആദ്യം കിടക്കുന്ന ഓക്സിലറി വെർബ്, അങ്ങനെ നോക്കിയാലും മതി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ, ഹാസ് ഹി. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്